തൻ്റെ മകൻ രൗദ്രമായ മുഖത്തോടുകൂടി ഉയർത്തിപ്പിടിച്ച ചുറ്റികയുമായി തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ആ ഉമ്മ കണ്ടതാണ്. ആ മകൻ്റെ ശക്തമായ കൈയും തൻ്റെ തലയിലേക്ക് വരുന്ന ആ ചുറ്റികയും തടയാൻ തൻ്റെ ദുർബലമായ കൈകൾ കൊണ്ട് ആ ഉമ്മ ശ്രമിച്ചതാണ്. പക്ഷേ തലക്കടിയേറ്റ് തല പൊട്ടി താഴെ വീഴുമ്പോൾ തൻ്റെ മകൻ്റെ അടി തടുക്കാൻ ആ ഉമ്മക്ക് സാധിച്ചിട്ടില്ല. ദിവസങ്ങൾക്ക് ശേഷം ആശുപത്രി കിടക്കയിൽ ആ ഉമ്മക്ക് ബോധം തെളിഞ്ഞപ്പോൾ നാട് മുഴുവനും കാത്തു നിന്നത് ഇതിൻ്റെ കാരണം ആ ഉമ്മയുടെ ചുണ്ടിൽ നിന്നറിയാം. അല്ലാത്ത 5 പേരും മരിച്ചു പോയിട്ടുണ്ട്, ഉമ്മയാണ് ബാക്കിയായത്. എന്തിനാണ് ഈ മകൻ ഈ ക്രൂരത ചെയ്തത് എന്ന് ആ ഉമ്മയുടെ ചുണ്ടിൽ നിന്നറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന മാധ്യമ ലോകത്തോട്, എന്താണ് സംഭവിച്ചത് എന്നറിയാൻ കാത്തിരുന്ന പോലീസ് മേലധികാരികളോട് അവർ ചോദിച്ചു, ബോധം തെളിഞ്ഞ ഉമ്മയോട്, എന്താണ് സത്യത്തിൽ സംഭവിച്ചത്, എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? മകന്റെ അടിയേറ്റാണ് താൻ വീണതെന്ന് പറഞ്ഞാൽ ഈ പോലീസുകാരുടെ മുമ്പിൽ തൻ്റെ മകൻ പ്രതിയാകുമോ എന്ന് പേടിച്ച ആ ഉമ്മ പറഞ്ഞ മറുപടി എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേട്ടതാണ്. ആ ഉമ്മ പറഞ്ഞത്, കട്ടിലിൽ നിന്ന് വീണിട്ടാണ് എൻ്റെ തലക്കു പറ്റിയത്, പരിക്കു പറ്റിയത്. കട്ടിലിൽ നിന്ന് വീണ് പരിക്കു പറ്റിയതാണ്. മകനെ കുറിച്ചോ മകൻ്റെ അടിയെക്കുറിച്ചോ ആ ഉമ്മ പറഞ്ഞില്ല. എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഇത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? മാതാപിതാക്കളെ ഏറ്റവും വെറുക്കുന്നവരായി കണ്ട് മാതാപിതാക്കളുടെ ഉപദേശങ്ങൾക്ക് ചെറിയ വില പോലും കൽപ്പിക്കാതെ എൻ്റെ സകലമാന പ്രശ്നങ്ങൾക്കും കാരണം എൻ്റെ മാതാപിതാക്കളെന്ന് വിചാരിക്കുന്ന ചില മക്കളെങ്കിലും എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നുണ്ടാവാം. പ്രിയപ്പെട്ട മക്കളെ, ഈ ഭൂമിയുടെ മേലെ ആകാശത്തിന് കീഴെ നിങ്ങൾക്ക് വേണ്ടി ഇത്രത്തോളം വേദന സഹിച്ച, ത്യാഗം സഹിച്ച, കഷ്ടപ്പാട് സഹിച്ച, ഇന്നും ജീവിതത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും നിങ്ങളുടെ സുഖത്തിന് വേണ്ടി മാത്രം, നിങ്ങൾക്കറിയുമോ ഒരു ബാപ്പ എന്നോട് പറഞ്ഞത്, എൻ്റെ മകൾക്ക് ഒരു കല്യാണം വന്നിട്ടുണ്ട്, മകൾ പ്രണയ കല്യാണമാണ്, എനിക്കൊരിക്കലും ഇഷ്ടമില്ലാത്ത ഒരു ചെറുപ്പക്കാരനെയാണ് അവൾ പ്രണയിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ മരിച്ചാലും ഞാൻ അവന് കല്യാണം കഴിച്ചു കൊടുക്കുകയില്ല, അവളെ കൊന്നാലും ശരി, ഒരുപക്ഷെ ഞാൻ ജയിലിലായേക്കാം, ഒരുപക്ഷെ എന്നെ കുറിച്ച് നീ കേൾക്കുന്നത് ജയിലിലെത്തി എന്നാവാം. അപ്പോൾ നീ മനസ്സിലാക്കണം, ഞാൻ അങ്ങനെ ചെയ്യുന്നത് എൻ്റെ മകളോടുള്ള സ്നേഹം കൊണ്ടാണ് എന്ന് നീയെങ്കിലും മനസ്സിലാക്കണമെന്ന് കണ്ണുനീരോടുകൂടി എന്നോട് പറഞ്ഞ ആ സുഹൃത്ത് 2 ആഴ്ച കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ മകളുടെ കല്യാണം നടത്തി കൊടുക്കാൻ തീരുമാനിച്ചു. പ്രിയപ്പെട്ടവരെ, പല കല്യാണത്തിന്റെ സദസ്സിലേക്കും നിക്കാഹിന് വേണ്ടി ചെല്ലുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ ശ്രദ്ധയുണ്ടാവണം കേട്ടോ. നിക്കാഹിന് വേണ്ടി ചെല്ലുമ്പോൾ പൊന്നാര മകന്റെ കല്യാണ ദിവസം ഈ ഭൂമിയുടെ മേലെ ഏറ്റവുമേറെ സന്തോഷിക്കേണ്ടത് ആ മാതാപിതാക്കളാണ്. പക്ഷേ പല കല്യാണങ്ങൾക്ക് വേണ്ടിയും സദസ്സിലേക്ക് ചെല്ലുമ്പോൾ മാതാപിതാക്കളുടെ മുഖങ്ങൾ അത് വളരെയേറെ സങ്കടത്തിന്റെ മുഖങ്ങളാണ്, മേഘം മൂടിയ മുഖങ്ങളാണ്. സന്തോഷങ്ങളില്ല, ചിരികളില്ല, ആർഭാടങ്ങളില്ല. കാരണം എന്താണെന്ന് അറിയുമോ? ജീവിതത്തിൽ ഹൃദയത്തെക്കാൾ സ്നേഹിച്ചു വളർത്തിയ പൊന്നാര മക്കളെ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരുത്തന്റെ കയ്യിലേക്ക് പിടിച്ചു കൊടുക്കേണ്ടി വരുന്ന ഒരു ബാപ്പ അനുഭവിക്കുന്ന നൊമ്പരം, ഒരു ഉമ്മ അനുഭവിക്കേണ്ട വേദന. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ചില പെൺകുട്ടികളൊക്കെ കൗൺസിലിംഗിന്റെ സമയത്ത് ചോദിക്കാറുണ്ട്, എൻ്റെ ഇഷ്ടം അവൻ്റെ കൂടെ ജീവിക്കലാണെങ്കിൽ എൻ്റെ മാതാപിതാക്കൾക്ക് എൻ്റെ ഇഷ്ടമാണ് പ്രധാനമെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ മാതാപിതാക്കൾക്ക് അത് സമ്മതിച്ചു തന്നുകൂടാ എന്ന് ധാർഷ്ട്യത്തോടെ ചോദിക്കുന്ന ചില മക്കളെയൊക്കെ കാണാറുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ കരയുന്നതോ നിങ്ങളുടെ മനസ്സൊന്ന് വേദനിക്കുന്നതോ നിങ്ങൾക്കുണ്ടാകുന്ന ചെറിയ ഒരു പ്രയാസം പോലും താങ്ങാനാവാത്ത മക്കൾ നിങ്ങൾ അലറിക്കളഞ്ഞിട്ട് കരഞ്ഞിട്ടും വീടിൻ്റെ ഉള്ളിൽ പൂട്ടിയിട്ട് ആ ബന്ധത്തിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയുമോ? ഇൻഷാ അല്ലാഹ് നിങ്ങളൊരു വിവാഹം കഴിച്ച് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ഏറെ വൈകാതെ നിങ്ങൾ തിരിച്ചറിയും, എൻ്റെ ബാപ്പ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ, എൻ്റെ ഉമ്മ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ എന്ന് സങ്കടത്തോടു കൂടി പറയുന്ന ഒരു നാളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കാൻ. പിന്നെ ഒരിക്കൽ ഒരു മകൾ ഒരു ബാപ്പയോട് പറഞ്ഞത്രേ, മകൾ ഇഷ്ടപ്പെട്ട ഒരുത്തന് ബാപ്പ ഇഷ്ടമില്ലാതെ കല്യാണം കഴിച്ചു കൊടുത്ത് അവസാനം കുടുംബം താറുമാറായി മകൾ വീട്ടിലേക്ക് വന്നപ്പോൾ ബാപ്പാന്റെ കൈ പിടിച്ചുകൊണ്ട് ആ മകൾ പറഞ്ഞു അത്രേ, ബാപ്പ ഈ ബന്ധത്തിൽ അപകടമുണ്ട് എന്ന് എനിക്ക് മുമ്പേ നിങ്ങൾ അറിഞ്ഞിരുന്നല്ലോ, അതുകൊണ്ടാണല്ലോ നിങ്ങൾ അത് കല്യാണം കഴിച്ചു തരികയില്ല എന്ന് പറഞ്ഞത്. നിങ്ങൾ 2 അടിയടിച്ച് എന്നെ വേദനിപ്പിച്ചിരുന്നുവെങ്കിൽ ബാപ്പ ഞാൻ ഈ കല്യാണം വേണ്ട എന്ന് പറയുമായിരുന്നല്ലോ. എന്തേ ബാപ്പ നിങ്ങൾ എന്നെ അടിക്കാഞ്ഞത് എന്ന് ബാപ്പയുടെ മുമ്പിലിരുന്ന് സങ്കടപ്പെട്ട് കരഞ്ഞ ഒരു മകളുടെ കഥയും ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോടാണ്, ഒന്നാമതായി നമ്മുടെ യുവത്വം പ്രതീക്ഷയുടെ യുവത്വങ്ങളാണ്, നല്ല മനുഷ്യനാണ് അവർക്ക്. ഞാൻ ആ യുവാക്കളുടെ കൂടെ ജീവിക്കുന്ന ഒരു എളിയ മനുഷ്യനായതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൻ്റെ നന്മകൾ എനിക്കറിയാം. മുടി വെട്ടാതെ കാട് പിടിച്ച മുടിയുമായി ക്ലാസ്സിലേക്ക് സ്ഥാപനത്തിലേക്ക് ചേരാൻ വന്ന മകൻ, ആ മകനെ മുന്നിൽ നിർത്തി ഞാൻ ആ ഉമ്മയോട് പറഞ്ഞു, എല്ലാ യോഗ്യതകളും ഉള്ളവനാണ് ചേരാൻ, പക്ഷേ ഈ മുടിയുമായി ഈ സ്ഥാപനത്തിലേക്ക് ഞാൻ അവനെ ചേർക്കുകയില്ല. ഉമ്മയുടെ മുഖം ആകെ മങ്ങിപ്പോയി. ഉമ്മ പറഞ്ഞു, ഉസ്താദെ ഒരുപാട് കാലമായി ഞാൻ പറയുന്നു ആ മുടിയൊന്ന് വെട്ടിവരാൻ, അവൻ വെട്ടുന്നില്ല, എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ആ മകനെ വിളിച്ച് ഒരു 5 മിനിറ്റ് സംസാരിച്ച് ഞാൻ അവനോട് പറഞ്ഞു, മോനെ ആ മുടി വെട്ടി വന്നാൽ ഒപ്പിട്ട് നിനക്ക്
നിനക്ക് ഈ സ്ഥാപനത്തിലേക്ക് കയറാം. ഒട്ടും മടിയില്ലാതെ ഉമ്മയുടെ പേഴ്സിൽ നിന്ന് 200 രൂപയെടുത്ത് ആ മകൻ പോയി മുടി വെട്ടി വന്നു. ഞാൻ ആ ഉമ്മയോട് പറഞ്ഞു, പ്രിയപ്പെട്ട ഉമ്മ, നമ്മുടെ മക്കൾ നല്ല മക്കളാണ്, പക്ഷേ ആ നല്ല മക്കളോട് സംസാരിക്കാൻ ഒരു രീതിയുണ്ട്, അവരോട് പെരുമാറാൻ ഒരു രീതിയുണ്ട്. നമ്മൾ ജീവിച്ച കാലഘട്ടമല്ല അവരുടെ ജീവിതം.